സുന്നി ഐക്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. ഭിന്നിപ്പിനെ കുറിച്ച് സംസാരിക്കവേ വേദിയിൽ വിതുമ്പി കാന്തപുരം. കാന്തപുരത്തിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് ഇ.കെ. വിഭാഗം സുന്നി സംഘടനാ നേതാക്കൾ. സുന്നി ഐക്യം യാഥാർത്ഥ്യമായാൽ മുസ്ലിം സാമുദായിക ശക്തി വർദ്ധിക്കുമെന്നും വിലയിരുത്തൽ. ഇരു സുന്നി വിഭാഗങ്ങളുടെയും പിളർപ്പിൽ നൊമ്പരമടക്കാനാവാതെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. സമസ്തയിലെ ഇ.കെ. എ.പി. വിഭാഗങ്ങളുടെ പിളർപ്പിന് കാരണം ചില നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനയാണെന്ന് തുറന്നു പറയുന്നതിനിടയിലാണ് അദ്ദേഹം വിതുമ്പിപ്പോയത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന സമസ്തയുടെ സ്ഥാപക ദിന വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. സമസ്ത നേതാവ് ഇ.കെ. അബൂബക്കർ മൗലവിയെയും തന്നെയും തമ്മിൽ അകറ്റാൻ ഗൂഢാലോചന നടന്നുവെന്ന് കാന്തപുരം പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അകന്നുപോയാൽ മാത്രമേ ബിദത്തുകാരെന്ന മതനവീകരണവാദികൾക്ക് ഇവിടെ കടന്നു വരാൻ കഴിയൂ. അത് മനസ്സിലാക്കിയ ചിലരാണ് തങ്ങളെ അകറ്റിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് പിളർപ്പുണ്ടായതെന്നാണ് വാസ്തവം. എന്നാൽ സമഭാവനയോടെ ഒത്തുചേർന്നു പോകാനുള്ള ശ്രമങ്ങൾ അടുത്ത കാലത്തായി നടന്നു വരുന്നുവെങ്കിലും തർക്കങ്ങൾ പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല. സമസ്ത കേരള ജമുഅത്തുൽ ഉലമയുടെ ഭാഗമായി ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇ.കെ. വിഭാഗം സമസ്തയും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള എ.പി. വിഭാഗം സമസ്തയും തമ്മിൽ ഐക്യപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന സുന്നി വിശ്വാസികളുടെ എണ്ണവും ഏറി വരികയാണ്. ഇരുവിഭാഗം സുന്നി സംഘടനകളും തമ്മിൽ വർഷങ്ങളായി സംഘടനാപരവും ആദർശപരവുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും സമുദായത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്കും രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾക്കും സമാധാനപരമായ സഹവർത്തിത്വത്തിനും ഇരു സുന്നി വിഭാഗങ്ങളും തമ്മിൽ ഐക്യം അനിവാര്യമാണെന്ന വികാരം ശക്തമായി ഉയർന്നു വരികയാണ്. ഇതിനിടയിലാണ് സമസ്തയിലെ പിളർപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വേദിയിൽ വിതുമ്പിപ്പോയത്. ഇത് ശുഭസൂചനയാണെന്നും സുന്നി ഐക്യത്തിന്റെ കാഹളം മുഴങ്ങാൻ നേരമായി എന്ന വികാരവും ശക്തമായി ഉയർന്നു വരികയാണ്. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ ഇ.കെ. സമസ്ത നേതാക്കൾ സ്വാഗതം ചെയ്തു. സുന്നി ഐക്യം അനിവാര്യമെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവും മുസ്തഫ മുണ്ടുപാറയും ഫേസ്ബുക്കിൽ കുറിച്ചു. അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അനുഭവം സാക്ഷി എന്ന തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: സുന്നി സംഘടനകളിലെ ഭിന്നിപ്പ് മതനവീകരണവാദികൾ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉദ്ദേശം 4 പതിറ്റാണ്ട് കാലം സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരു വിനീതൻ എന്ന നിലയിൽ പറയാൻ കഴിയും. ഇപ്പോഴും ഒരുമിച്ച് പോകുന്നതിന് വിഘാതമായി നിൽക്കുന്ന പ്രധാന തടസ്സം ചിലരുടെ ഇടപെടലുകളാണെന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ്. 3 വർഷം മുമ്പ് ഇരുവിഭാഗവും നിശ്ചയിച്ച 4 വീതം പ്രതിനിധികൾ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഇന്ന് ഈ കാണുന്ന സൗഹൃദം സ്ഥാപിക്കപ്പെട്ടത്. ഉത്തര കേരളത്തിലെ സമുന്നതനായ ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗത്തിനുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമങ്ങൾ തുടർന്നു വരുന്നു എന്നത് ശുഭസൂചകമാണ്. സുന്നി ആദർശം സംരക്ഷിക്കുകയും മതനവീകരണവാദികളെ നിയമാനുസരണം തടയുകയും ചെയ്യുക എന്ന സമസ്ത ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സുന്നി സംഘടനകളുടെ ഏകീകരണവും സൗഹൃദവും ഏറെ അനിവാര്യമാണ്. സുന്നികൾ യോജിക്കുന്നതിനെ ഭയപ്പെടുന്ന വലിയൊരു ശക്തി പുറത്തുണ്ടെന്ന ബോധ്യത്തോടെ മുമ്പോട്ട് പോകാമെന്നും ഇരുവിഭാഗവും ഒരു വേദിയിൽ ഒരുമിച്ച് കൂടുന്ന സുപ്രഭാതത്തിനായി പ്രാർത്ഥിക്കാമെന്നും SYS നേതാവ് മുസ്തഫ മുണ്ടുപാറയും കുറിച്ചു. ചില ബാഹ്യശക്തികളുടെ ഇടപെടലാണ് തന്നെയും ശംസുൽ ഉലമയെയും തമ്മിൽ അകറ്റിയതെന്ന വിതുമ്പലോടെയുള്ള കാന്തപുരം ഉസ്താദിന്റെ വാക്കുകൾ വർത്തമാന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സത്യമെന്ന് ബോധ്യപ്പെടുകയാണ്. സമസ്ത എന്നൊക്കെ ശാക്തീകരിക്കപ്പെടാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ കറുത്ത ശക്തികൾ സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നിലവിൽ സമസ്തയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഇതുതന്നെയാണ്. കേരളത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന സുന്നികൾ ഇക്കാര്യത്തിൽ മാനസികമായി വല്ലാതെ അസ്വസ്ഥരാണ്. പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് യോജിച്ചു പോകണമെന്നാണ് സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന അണികളുടെ മാനസിക വികാരം. ഇരുപക്ഷത്തെയും നേതൃത്വം ഇക്കാര്യം ഗൗരവത്തിലെടുത്ത് കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇരു സുന്നി സമുദായവും തമ്മിൽ ഐക്യം സാധ്യമായാൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും മുസ്ലിം സമുദായത്തിന്റെ ശാക്തീകരണത്തിലും വലിയ മാറ്റങ്ങൾ ഇതുവഴി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അതേസമയം
അടിത്തട്ടിലെ സുന്നി പ്രവർത്തകർക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ സുന്നി ഐക്യത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഒട്ടേറെയാണെന്നും കാണാതെ വയ്യ. എങ്കിലും ഇരുവിഭാഗം നേതാക്കളും മുൻകൈയെടുത്ത് സുന്നി ഐക്യം യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയാണ് വലിയ വിഭാഗം സുന്നി വിശ്വാസികൾക്കുമുള്ളത്.